ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ വൈവിധ്യങ്ങളിലുള്ള ഐക്യമാണ്. എന്നാൽ സമീപകാലത്തായി ഈ ഐക്യത്തിന് വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള വർഗീയ നീക്കങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കും സന്ദേശങ്ങൾക്കും നേരെ നടന്ന സംഘടിതമായ അതിക്രമങ്ങൾ. ഈ സാഹചര്യത്തിലാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ള സഭാ നേതാക്കൾ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ജീവിക്കാനുമുള്ള മൗലിക അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കോ അതിന്റെ വേഷവിധാനങ്ങൾക്കോ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ ഭരണഘടനാപരമായ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. മാർ ആൻഡ്രൂസ് താഴത്ത് സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണ്. മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുക എന്നതാണ്, അല്ലാതെ ഒരു വിഭാഗത്തിന്റെ ആഘോഷങ്ങളെ അടിച്ചമർത്തുക എന്നതല്ല. ക്രൈസ്തവ ആഘോഷങ്ങളെയും പ്രവർത്തനങ്ങളെയും തടയാൻ വർഗീയ ശക്തികൾ ഉയർത്തുന്ന പ്രധാന ആയുധമാണ് നിർബന്ധിത മതപരിവർത്തനം. എന്നാൽ ദശകങ്ങളായി ക്രൈസ്തവ സഭ രാജ്യത്ത് നടത്തുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്നില്ല എന്നതും വസ്തുതയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായി ക്രിസ്മസിനെ മതപരിവർത്തനത്തിനുള്ള വേദിയായി ചിത്രീകരിക്കുന്നത് ബോധപൂർവമായ ഗൂഢാലോചനയാണ്. അക്രമകാരികൾ നടത്തുന്ന ഇത്തരം വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ഭരണകൂടം നിശബ്ദത പാലിക്കുന്നത് അത്യധികം അപകടകരമാണ്. കഴിഞ്ഞ 11 വർഷത്തെ BJP ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വൻ വർധനവ് ഉണ്ടായിരുന്നതായും ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തെ സഭ നിശിതമായി വിമർശിക്കുന്നുമുണ്ട്. ദീപിക പത്രം തങ്ങളുടെ മുഖ്യ പ്രസംഗത്തിലൂടെ ഉയർത്തിയ ചില നിരീക്ഷണങ്ങളും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മറുവശത്ത് പ്രധാനമന്ത്രി പള്ളികളിൽ സന്ദർശനം നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത നടപടിയാണ്. ഇത് കേവലം വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനുള്ള ഷോ മാത്രമാണെന്ന് സഭ വിലയിരുത്തുന്നു. RSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ താത്വിക ആചാര്യന്മാർ മുന്നോട്ട് വെച്ച ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിൽ ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന പ്രവണതയുണ്ട്. ഭരണഘടന ഒരു കോട്ട പോലെ സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് ഈ നീക്കങ്ങൾ പൂർണ്ണമായും വിജയിക്കാത്തത്. എന്നാൽ ഭരണകൂടം ഇതിന് പരോക്ഷമായി ഒത്താശ ചെയ്യുന്നത് ആ കോട്ടയുടെ തകർച്ചയ്ക്കും കാരണമാകും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും പടുത്തുയർത്തുന്നതിൽ ക്രൈസ്തവ മിഷണറിമാർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിൽ ഇത്രയേറെ വിയർപ്പൊഴുക്കിയ ഒരു സമൂഹത്തെ തീവ്രവാദികളെന്നും അധിനിവേശക്കാരെന്നും മുദ്രകുത്തി ആക്രമിക്കുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ഈ സംഭാവനകളെ മറന്നുകൊണ്ട് ഭരണകൂടം നടത്തുന്ന അവഗണനയ്ക്കെതിരെയാണ് തൃശൂരിൽ നടന്ന പ്രതിഷേധ സംഗമം വിരൽ ചൂണ്ടിയത്. BJP സർക്കാരുകൾക്ക് വെറും നിവേദനങ്ങൾ നൽകിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ലെന്ന തിരിച്ചറിവിലേക്ക് സഭ എത്തിയിരിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ പരമോന്നത നീതിപീഠത്തെ സമീപിക്കാനാണ് സഭയുടെ തീരുമാനം. അക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുന്ന പോലീസ് സംവിധാനത്തെയും ഭരണകൂടത്തെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നിലങ്കാവിൽ, കാൽദയ സഭ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഈ നിയമ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വിവിധ സഭകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും സഭ നേതൃത്വം കരുതുന്നു. കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ വഴി താഴെത്തട്ടിലുള്ള വിശ്വാസികളെ ബോധവൽക്കരിക്കുകയും പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയും ചെയ്യും. മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന ഏത് നീക്കത്തെയും രാഷ്ട്രീയമായി നേരിടാനും സഭ തയ്യാറെടുക്കുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ കേവലം ഒരു മതപരമായ പ്രശ്നമല്ല, മറിച്ച് അത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഭരണകൂടം നിഷ്പക്ഷമായി പെരുമാറാത്ത സാഹചര്യത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണ സഭ തേടുന്നു. ഭയം കൂടാതെ ആരാധന നടത്താനും ആഘോഷിക്കാനുമുള്ള സാഹചര്യം ഈ മണ്ണിൽ നിലനിന്നാലേ ഇന്ത്യയുടെ ജനാധിപത്യം അർത്ഥവത്താകൂ.